ഭാരതത്തെ ലോകത്തിനു മുന്നിൽ അടയാളപ്പെടുത്തിയ രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഓർമ്മ ദിനമാണിന്ന്. എഴുത്തുകാരനായും തത്വചിന്തകനായും സാമൂഹിക പരിഷ്കർത്താവായും വ്യക്തിമുദ്ര പതിപ്പിച്ച ടാഗോറിന്റെ ജീവിതം ഒരു പാഠപുസ്തകമാണ്. ബംഗാളിലെ മത, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ പുരോഗമന പരിഷ്കരണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വളരെയേറെ സംഭാവനകൾ നൽകിയ കുടുംബമായിരുന്നു കൽക്കത്തയിലെ ജെറാസംഗോ ടാഗോർ കുടുംബം. 1861 മെയ് 7 ദേവേന്ദ്രനാഥ് ടാഗോറിൻ്റെയും ശാരദാദേവിയുടെയും 14 മക്കളിൽ 13-ാമനായിരുന്നു രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ജനനം. പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ നല്ലൊരു ഭാഗവും വീട്ടിൽ തന്നെയായിരുന്നു. ജീവചരിത്രങ്ങൾ, ചരിത്രം, ആധുനിക ശാസ്ത്രം, സംസ്കൃതം, കാളിദാസ കൃതികൾ തുടങ്ങിയവ പഠിച്ചു. 8-ാമത്തെ വയസ്സിൽ തൻ്റെ ആദ്യ കവിത രചിച്ചു. 16-ാമത്തെ വയസ്സിൽ ഭാനുസിംഹൻ എന്ന തൂലികാനാമത്തിൽ ആദ്യ കവിതാ സമാഹാരം പുറത്തിറക്കി. ബംഗാളിയിലെ ആദ്യത്തെ ചെറുകഥയായ ഭിഖാറാണി 1877 രചിച്ചു. 1883 ഡിസംബർ 9 ടാഗോർ മൃണാളിനി ദേവിയെ വിവാഹം കഴിച്ചു. 30-ലേറെ രാജ്യങ്ങൾ സന്ദർശിച്ചു. യാത്രകളിലൂടെ തൻ്റെ കൃതികളെ വിദേശികൾക്ക് അദ്ദേഹം പരിചയപ്പെടുത്തി. ബംഗാളി സാഹിത്യത്തിൽ ഗദ്യകാവ്യങ്ങളിലും നൃത്യനാടകങ്ങളിലും ടാഗോർ തൻ്റെ പരീക്ഷണങ്ങൾ തുടർന്നു. ടാഗോറിൻ്റെ താളമൊത്ത ഗാനസ്വഭാവമുള്ള രചനാശൈലിയും വാമൊഴിയും പ്രകൃതി മാഹാത്മ്യവാദവും തത്വചിന്തയും ലോകപ്രശസ്തി നേടി. 1901 ടാഗോർ പശ്ചിമ ബംഗാളിൽ ഗ്രാമത്തിൽ ശാന്തിനികേതൻ എന്ന പേരിൽ സ്കൂൾ സ്ഥാപിച്ചു. 1921 അത് വിശ്വഭാരതി സർവകലാശാലയായി മാറി. 1913 ഗീതാഞ്ജലി എന്ന കൃതിയിലൂടെ നൊബേൽ പുരസ്കാരം നേടിയ അദ്ദേഹം നൊബേൽ ജേതാവാകുന്ന ആദ്യ ഏഷ്യക്കാരനായി മാറി. 3000-ഓളം കവിതകൾ അടങ്ങിയ 100-ഓളം കവിതാ സമാഹാരങ്ങൾ, 2000-ലധികം ഗാനങ്ങൾ, 50 നാടകങ്ങൾ, കലാഗ്രന്ഥങ്ങൾ, ലേഖന സമാഹാരങ്ങൾ, 3000-ഓളം ചിത്രരചനകൾ തുടങ്ങി സാഹിത്യലോകത്തെ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ നിരവധിയാണ്. ടാഗോറിൻ്റെ 2 ഗാനങ്ങൾ ഭാരതത്തിൻ്റെയും ബംഗ്ലാദേശിൻ്റെയും ദേശീയ ഗാനങ്ങളാണ്. 1941 ഓഗസ്റ്റ് 7 സാഹിത്യലോകത്തോട് ആ മഹാപ്രതിഭ വിട പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, ജനം.